തലസ്ഥാന നഗരി മുഴുവൻ ഇപ്പോൾ ആറ്റുകാല പൊങ്കാലയുടെ നിർവൃതിയിലാണ്. 10:15 ഭണ്ഡാര അടുപ്പിൽ തീ പടരുന്നത്. ഇപ്പോൾ ഭണ്ഡാര അടുപ്പിൽ തീ പടരുന്ന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാംസ്കാരിക നായകന്മാരും കോർപ്പറേഷൻ മേയറും VN വാസവൻ മന്ത്രിയും ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ പ്രതിനിധി സ്മിത ഹരിദാസ് ഉണ്ട്. സ്മിത ഹരിദാസ്, അവിടെ നിന്നുള്ള നിമിഷങ്ങൾ പറയൂ. ഇപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞു. മന്ത്രി VN വാസവനുണ്ട്, മുൻ മന്ത്രി ആന്റണി രാജു, മേയർ ആര്യ രാജേന്ദ്രൻ, DGP ഉണ്ട്. അങ്ങനെ ഒരുപാട് അതിഥികൾ എത്തിക്കഴിഞ്ഞു. ഭണ്ഡാര അടുപ്പിന് അടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളിൽ അവരെല്ലാവരും ഉണ്ട്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പക്ഷേ 9:20 ആയിട്ടുള്ളൂ. 9:45 ശുദ്ധപുണ്യാഹം നടക്കുക. അതൊരു പ്രധാന ചടങ്ങാണ്. അതിനുശേഷമാണ് തിടപ്പള്ളിയിലേക്ക് അഗ്നി പകരാൻ വേണ്ടി, തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് അഗ്നി പകരാൻ വേണ്ടി ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയും പ്രവേശിക്കുക. തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് മേൽശാന്തി ബ്രഹ്മശ്രീ V മുരളീധരൻ. അദ്ദേഹം അഗ്നി പകർന്ന് അത് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് പോകുന്നു. അവിടേക്ക് അഗ്നി പകർന്നതിന് ശേഷം വലിയ തിടപ്പള്ളിയിലും അവിടുത്തെ അടുപ്പിലും അഗ്നി പകർന്നതിന് ശേഷമാകും ഇങ്ങോട്ട് വരിക. അതിന് ഏകദേശം 10:15 പക്ഷേ വളരെ നേരത്തെ തന്നെ ഈ വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യവും കാണാറുള്ളത് പോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ അവരുടെ ഒരു പ്രാതിനിധ്യമുണ്ട്. ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ മേയർ, അതുപോലെ ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെ വലിപ്പച്ചെറുപ്പങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഭക്തരെത്തുന്നത് പോലെ തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പനിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്നതാണ് ഭക്തർ ഈ നിമിഷത്തിനായി. ആ പ്രധാനപ്പെട്ട നിമിഷം അതാണ് ഇപ്പോൾ ആഗതമാകുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തുള്ള ദർശനം അത് നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തിയതിനു ശേഷം മാത്രമേ ഇനി ദർശനം അനുവദിക്കുകയുള്ളൂ. വല്ലാത്ത തിരക്കുണ്ട്. എല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇനി ഏകദേശം ഒരു മണിക്കൂർ കഴിയുന്നത് വരെ ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. സ്ത്രീകളെല്ലാവരും തന്നെ ഇനിയിപ്പോൾ അവരവരുടെ അടുപ്പ് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം ഉണ്ട്. പൊങ്കാല അടുപ്പ് നിവേദിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് എല്ലാവരും തന്നെ പോകും. ഈ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന അതേ സമയം തന്നെ കതിനകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരെല്ലാവരും അവരുടെ നിവേദ്യത്തിനുള്ള തീ പകരും, അടുപ്പിലേക്ക് തീ പകരും. അതിനുശേഷം 1:15 കൂടിയാണ് നിവേദ്യത്തിനുള്ള ചടങ്ങുകളാകുന്നതുവരെ എല്ലാവരും വീണ്ടും ക്ഷേത്ര ദർശനത്തിനെത്തും. അങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇന്ന് ക്ഷേത്ര ദർശനം നടക്കുന്നത്. ഇന്ന് സാധാരണയിൽ കവിഞ്ഞ തിരക്കാണെന്നാണ് നേരത്തെ ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് V ശോഭ നമ്മളോട് പറഞ്ഞത്. വലിയ ചൂടാണെങ്കിൽ പോലും ഇന്നലെ ചെറുതായി മഴ പെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ചൂടിനൊരു ചെറിയ ശമനമുണ്ട്. നമ്മൾ എല്ലാ വിഭാഗക്കാരും പല മേഖലകളിൽ നിന്നുള്ള ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്നുള്ളവരെത്തിയിരിക്കുന്നു. കൊച്ചു കുട്ടികളൊക്കെ കരയുന്നത് നമുക്ക് ഇവിടെ കാണാം. കാരണം വലിയ തിരക്കും ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ശുദ്ധജലം നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാരെല്ലാവരും പെടാപ്പാടുപെടുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ ദർശനത്തിനുള്ള സമയം കഴിഞ്ഞു. പക്ഷേ ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്ന ഭക്തർ അവർ ദർശനത്തിനായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു തിരക്കുണ്ടാക്കുന്നുണ്ട്. പോലീസുകാർ അവരെ സമാശ്വസിപ്പിച്ച് തിരിച്ചുവിടാൻ ആ ക്യൂവിൽ തന്നെ നിൽക്കാനായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള പെടാപ്പാട് ഇതൊക്കെ നമുക്ക് കാണാം. വലിയ തിരക്കാണ് ഇവിടെ അനുഭവിക്കപ്പെടുന്നത്. ഐതിഹ്യങ്ങളും വിശ്വാസവും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവിയുടെ നടക്കൽ തന്നെയാണ് നമ്മളും നിൽക്കുന്നത്. ഭണ്ഡാര അടുപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സ്മിത ഹരിദാസ്. 10:15 ഭണ്ഡാര അടുപ്പിൽ തീ പകരുക, അതോടെ പൊങ്കാലകൾ അർപ്പിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തയ്യാറാകുന്ന നിമിഷമാണ് അത്. ഇപ്പോൾ അനുജ രാജേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അനുജ, ഭക്തി നിറവിലാണ് അനന്തപുരി എന്ന് നമുക്കറിയാം. എല്ലാവരുടെയും നാവിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ആറ്റുകാലമ്മ. വിവരങ്ങൾ. ഇനിയിപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. ഇവിടെ ദർശനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ സ്മിത പറഞ്ഞതുപോലെ ഈ ഭണ്ഡാരടുപ്പിൽ തീ അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി ദർശനം ഇവിടെ അനുവദിക്കൂ എന്നുള്ളതാണ്. വലിയ വരി ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ദേവിയെ കണ്ട് തൊഴുതതിന് ശേഷം പൊങ്കാലയിടാൻ പോവുക എന്നൊരു ആഗ്രഹത്തോടെ വരുന്നവരാണ്. പൊങ്കാലയിടാത്തവരും ഇവിടെ ദേവിയെ ദർശനത്തിനായി കാത്തു നിൽപ്പുണ്ട്. കൃത്യം 9:45 ശുദ്ധ പുണ്യാഹം നടക്കും. ഇവിടെ മുഴുവൻ തളിച്ച് ശുദ്ധമാക്കുക എന്നുള്ളതാണ് ആ സങ്കല്പം. അതിനുശേഷം നടക്കുന്ന ചടങ്ങ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുപ്പ് കൂട്ടൽ എന്ന ചടങ്ങാണ് നടക്കുന്നത്. പിന്നീടാണ് തിരി തെളിയിക്കൽ. അത് മേൽശാന്തിയും തന്ത്രിയും കൂടിയാണ് ആ ചടങ്ങിന് തുടക്കമിടുന്നത്. ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി ഒപ്പം തന്നെ തന്ത്രി ഇവർ രണ്ടുപേരും ചേർന്നാണ് ദീപം പകരുന്നത്. ആ ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അങ്ങോട്ടേക്ക് പകരും. പിന്നീട് അതേ ദീപം തന്നെ സഹമേൽശാന്തിക്ക് കൈമാറുന്നു. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും തീ കത്തിക്കുകയാണ്. പിന്നീടാണ് ഭക്തർക്ക് പൊങ്കാല അടുപ്പുകൾ ജ്വലിപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് ഉണ്ടാകുന്നത്. ആ അറിയിപ്പ് ചെണ്ടമേളവും കതിന വെടിയുമാണ്. ഇത് മുഴങ്ങുന്നതോടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് അഗ്നിജ്വാല പകരും. പിന്നീട് അവരുടെ ദേവിയുടെ ഏറ്റവും ഇഷ്ട വിഭവങ്ങൾ തയ്യാറാക്കും. പായസവും തെരളിയപ്പവും ഉൾപ്പെടെ മണ്ടപ്പുറ്റുമൊക്കെ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കും. 1:15 ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം നടക്കും. അത് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. തീർത്ഥം തളിച്ച് പിന്നീട് അത് ദേവി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള പൂജാരിമാരാണ് വിവിധ ഇടങ്ങളിലെത്തി പൊങ്കാലകളിൽ തീർത്ഥജലം തളിക്കുന്നത്. അങ്ങനെ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് പരിസമാപ്തിയാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ആ ചടങ്ങ് അതിനി നടക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. കൃത്യം 9:45 അതിന് തുടക്കമാകും. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മേയർ ആര്യ രാജേന്ദ്രൻ, മന്ത്രി വി എൻ വാസവൻ, DGP ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയവരാണ്. കൂടാതെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുണ്ട്. ഇതിൽ വിശ്വാസം എന്നുള്ളത് പല ഐതിഹ്യങ്ങളുണ്ട്. തൻ്റെ നേത്രാഗ്നിയിൽ മധുരാ നഗരത്തെ ചുട്ടരിച്ച കണ്ണകി ക്രോധം ശമിച്ച് ശാന്തയാകുന്നതിന് വേണ്ടി സ്ത്രീകൾ പൊങ്കാലയിട്ട് നൈവേദ്യം അർപ്പിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം. മഹിഷാസുരനെ വധിച്ചിട്ട് ദേവി വരുന്നതാണ്, ആ ദേവിയെ വരവേറ്റ ദിനമാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഐതിഹ്യങ്ങളുണ്ട്. ഇവിടെ തോറ്റംപാട്ട് പാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പണ്ടാര അടുപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് തോറ്റംപാട്ട് പാടുന്നത്. ഓരോ ദിവസവും ഓരോ ചരിതം, കണ്ണകി ചരിതമാണ്. ഇന്ന് അവർ പാടുന്നത് മധുരാനഗരി ചുട്ടരിച്ച് എത്തുന്ന ദേവിയെക്കുറിച്ചുള്ളതാണ്. അതെങ്ങനെയാണ് രാജാവിനെ വധിച്ച ആ ശിരസ് മഹാദേവൻ അർപ്പിച്ചത്, അതാണ് ഇന്ന് തോറ്റംപാട്ടിലൂടെ ഇവർ